ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ്. എം ടിക്ക് വിട. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ലഭിച്ച മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയവും കിഡ്നിയുടെയും പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു എന്നാണ്. ആ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഏറ്റവും അവസാനമായി പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എം ടി വാസുദേവൻ നായർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മലയാളത്തിന് നിരവധി സംഭാവനകൾ, സാഹിത്യ സംഭാവനകൾ നൽകിയതിനു ശേഷമാണ് ആ മഹാപ്രതിഭ വിടവാങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, എന്താണ് മറ്റു വിവരങ്ങൾ? ഏറ്റവും സങ്കടകരമായ സാഹിത്യ ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു ശൂന്യതയാണ് എം ടിയുടെ വിടവാങ്ങലോടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വിഖ്യാത എഴുത്തുകാരൻ എം ടി ചികിത്സയിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരിച്ചുവരും, ഊർജ്ജസ്വലതയോടെ ആ കഥാകാരൻ കഥയുടെ ലോകത്തേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ രാത്രിയോടെയാണ് ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നത്. ആദ്യം ഈ പൾസ്, BP എന്നിവയൊക്കെ തന്നെ സാധാരണഗതിയിലായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ ശ്വാസ എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ താഴ്ന്ന അവസ്ഥയിലേക്ക് പോവുകയും ഇന്ന് ഇപ്പോൾ ഏകദേശം ഈ സമയത്താണ് എം ടി ഈ സാഹിത്യ ലോകത്തു നിന്നും മലയാളക്കരയിൽ നിന്നും ഒക്കെ തന്നെ വിടവാങ്ങുന്നത്. സാഹിത്യ ലോകത്തെ സംബന്ധിച്ച്, ഓരോ മലയാളിയെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇനി ഈ നിമിഷം നമുക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് അതിനുശേഷം അതീവ ഗുരുതരാവസ്ഥയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നൊരു പോസിറ്റീവായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് രാവിലെയോടുകൂടിയൊക്കെ തന്നെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഏറ്റവും മോശമായി ഇരിക്കുകയാണ്. ഡോക്ടറുടെ സംഘം, പ്രത്യേക സംഘം കൃത്യമായി തന്നെ ആ എഴുത്തുകാരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും ആ സാഹിത്യകാരനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എം ടി വാസുദേവൻ നായർ ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരൊക്കെ തന്നെ നിലവിൽ ആശുപത്രിയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വിദഗ്ധ മെഡിക്കൽ സംഘം അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ആശുപത്രിയിൽ ഉണ്ട്. എന്തായാലും ഈ നിമിഷം ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദുഃഖമാർന്ന വാർത്ത, എം ടി എന്ന വിഖ്യാത സാഹിത്യകാരൻ, ആ എം ടി എന്ന രണ്ടക്ഷരം, ആ കടൽ സാഹിത്യ ലോകത്ത് നിന്ന്, മലയാളത്തിൽ നിന്ന് വിട വാങ്ങിയിരിക്കുന്നു എന്നതാണ്. എം ടി കോഴിക്കോടിനെ സംബന്ധിച്ച് അത് സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു എം ടി എന്ന ആ രണ്ടക്ഷരം. അതുകൊണ്ട് തന്നെ ആ ഒരു വിട, ആ ഒരു നഷ്ടം കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും ഇപ്പോൾ എം ടി വാസുദേവൻ നായർ എന്ന ആ എഴുത്തുകാരൻ വിട വാങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് നമുക്ക് പുറം ലോകത്തോട് പറയാനുള്ളത്. അനഘ, അത് തന്നെയാണ്. മലയാള സാഹിത്യ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയതിനു ശേഷമാണ് എം ടി വാസുദേവൻ നായർ വിടവാങ്ങുന്നത്. വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ, ഒരുപക്ഷെ മലയാളം മറക്കാത്ത സാഹിത്യകാരൻ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇനി ബാക്കിയാകുന്നത് അദ്ദേഹം സമ്മാനിച്ച കൃതികളും ആ രചനകളും ഒക്കെ തന്നെയാണ്. ഇനിയൊരു ഇത്തരത്തിലുള്ളൊരു പ്രതിഭ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. വളരെയധികം ആഘാതം തന്നെയല്ലേ മലയാളത്തിന്? തീർച്ചയായും വിഷ്ണു, നമുക്കറിയാം മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ എന്ന നാമത്തിന് അർഹനായ മഹാ എഴുത്തുകാരനും അക്ഷരങ്ങളുടെ തമ്പുരാനുമായിരുന്നു എം ടി വാസുദേവൻ നായർ. എം ഡി എന്നുള്ള രണ്ടക്ഷരം മലയാള സാഹിത്യ ലോകത്ത്, ആ രണ്ടക്ഷരമില്ലാതെ ഒരു കാലത്തും അത് സമ്പൂർണ്ണമായില്ല എന്ന് തന്നെ നമുക്കറിയാം. അദ്ദേഹം എഴുതി വെച്ച കഥകൾ, അതിന്റെ കഥാപാത്രങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലും മലയാളികളുടെ വായനയുടെ ലോകത്ത് വിഹരിക്കുന്ന ഏതൊരാൾ
മറക്കാൻ കഴിയാത്ത അക്ഷരങ്ങളും കഥകളും സമ്മാനിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നത്. കാലം, മഞ്ഞ്, അതേപോലെ തന്നെ രണ്ടാം ഊഴം, പറഞ്ഞാൽ തീരാത്തത്ര സാഹിത്യകൃതികൾ മലയാള ലോകത്തിന് സമ്മാനിച്ച അദ്ദേഹത്തെ ഏത് തരത്തിൽ വിശേഷിപ്പിക്കണം എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം കഥാകാരനാണ്, കഥാകൃത്താണ്, ചലച്ചിത്രകാരനാണ് തുടങ്ങി സമസ്ത മേഖലകളും, അക്ഷരത്തിന്റെ സമസ്ത മേഖലകളും അടക്കി വാണിരുന്ന മലയാളത്തിന്റെ നാലുകെട്ട് എന്ന് പറയുന്ന സാഹിത്യകൃതി കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട നിരവധി കൃതികളുടെ എഴുത്തുകാരനും അതിന്റെ ഉടമയുമായിരുന്നു അദ്ദേഹം. അവസാന നാളുകളിൽ പോലും അദ്ദേഹത്തിന് എഴുത്ത് എന്ന് പറയുന്നത് മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. തുഞ്ചൻ പറമ്പിൽ അതിന്റെ അവിടുത്തെ നേതൃപരമായ പങ്കുവഹിച്ച അദ്ദേഹം സാഹിത്യ ലോകത്ത് നൽകിയ സംഭാവനകൾ എത്രമാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നിമിഷം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ജ്ഞാനപീഠം കയറി അദ്ദേഹം മലയാളത്തെ ഈ ഭാരതത്തിലെന്നല്ല ലോക ഭാഷയിൽ തന്നെ മലയാളം എന്നുള്ളൊരു ഭാഷയുണ്ട് എന്ന് രേഖപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിൽ വളരെ പ്രധാനിയായിരുന്നു. മലയാള സാഹിത്യ ലോകത്തെ തറവാട്ടിലെ കാരണവരാണ് നാലുകെട്ടിന്റെ പടിയിറങ്ങി പോയിരിക്കുന്നത്. മലയാളത്തിന് ഈ നഷ്ടം എങ്ങനെ തീർക്കാൻ കഴിയുമെന്നറിയില്ല. എന്തായാലും MT വാസുദേവൻ നായർ വിട പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ വളരെ ആഘാതത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ മലയാളത്തിന് വളരെയധികം കാലം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിഷ്ണു. വിനോദ, ഒപ്പം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ അവസാന കാലത്ത് വരെ അദ്ദേഹം മറ്റ് കൃതികൾക്കായി ഒക്കെ തന്നെയും ആലോചനകളിലുണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിന് സമ്മതിച്ചില്ല. അത്രത്തോളം ഒരു സാഹചര്യം തന്നെയായിരുന്നു അവസാന നിമിഷം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാം, MTയുടെ രണ്ടാം ഊഴം ഒക്കെ തന്നെയും സിനിമയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മലയാള ജനങ്ങളൊക്കെ തന്നെയും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എത്രത്തോളം ഇപ്പോഴും ആ ഒരു ജനമനസ്സുകളിൽ MT ഇപ്പോഴും ജീവസുറ്റ ആ ഒരു പ്രതിഭയായി തന്നെ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിയോഗ വാർത്ത ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തയും വളരെയധികം നെഞ്ചെടുപ്പോടു കൂടി തന്നെയാണ് മലയാള സാഹിത്യ ലോകം തന്നെ ആയാൽ കൂടിയും നിരവധി മലയാളികൾ പോലും നോക്കിക്കണ്ടത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മലയാള സംഭാവനയ്ക്ക് നൽകിയ പല വിശിഷ്ടമായിട്ടുള്ള സംഭാവനകൾ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിടവാങ്ങലിൽ പോലും അദ്ദേഹം മുൻപ് നടത്തിയ പല വാക്കുകളും അല്ലെങ്കിൽ തൻ്റെ രചനകളിൽ ഉൾക്കൊള്ളിച്ച പല വാക്കുകളും തന്നെയല്ലേ ഇപ്പോഴും പ്രകടമാകുന്നത്. അദ്ദേഹം എഴുതി വെച്ച കൃതികളും അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങളും ഒന്നും വേറൊരു കഥാകാരനോ വേറൊരു സാഹിത്യകാരനോ പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം MT എഴുതി വെച്ച കഥാപാത്രങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ രചന രണ്ടാമൂഴം എന്നുള്ള അദ്ദേഹത്തിന്റെ രചനയിൽ തന്നെ അതിന് ചിത്രങ്ങൾ വരച്ച നമ്പൂതിരി പോലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവൻ തുളുമ്പുന്നതായത് അത് MTയുടെ കഥാപാത്രങ്ങളായതുകൊണ്ട് മാത്രമാണ് എന്ന് നമ്പൂതിരിയും അക്കാലത്ത് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിന് ഈ MTക്ക് ശേഷം, MTക്ക് മുമ്പും MTക്ക് ശേഷം എന്നുള്ള കാലം തന്നെ രേഖപ്പെടുത്തേണ്ടി വരും. കാരണം മലയാള സാഹിത്യത്തിൽ MT കുറിച്ചു വെച്ച, MT എഴുതി വെച്ച വാക്കുകൾക്കപ്പുറത്തേക്ക് എഴുതാൻ പറ്റുന്ന ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരനെ ഇനി സൃഷ്ടിക്കുക എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. മലയാളത്തിന് നിരവധി കഥാകാരന്മാരുണ്ട്. T. പത്മനാഭൻ അടക്കമുള്ള നിരവധി കഥാകാരന്മാരുണ്ട്. അതൊക്കെ ചെറുകഥാരംഗത്ത് വളരെ ശ്രദ്ധേയ സാന്നിധ്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷേ നോവൽ, അതേപോലെ തന്നെ തിരക്കഥ തുടങ്ങിയ രംഗങ്ങളിൽ MTക്ക് പകരം വെക്കാൻ പറ്റുന്ന ഒരു കഥാകാരനെ നമുക്ക് മലയാളത്തിൽ ഉണ്ട് എന്ന് പറയാനാവില്ല. കാരണം ആഗോളതലത്തിലെ സാഹിത്യ ലോകത്ത് എടുത്തു നോക്കിയാലും MT അതിന്റെ ത്രാസിൽ MTയുടെ ത്രാസ് താഴ്ന്നു തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MTയുടെ വിയോഗം മലയാളത്തെ സംബന്ധിച്ച്, ഭാഷയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അത് വലിയ നഷ്ടം തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത് വിഷ്ണു.